ഇന്ന് ലേറ്റ് ആവുമെന്ന് തോന്നേ. ഇന്നലെ രാത്രി നീ കാരണോ സ്വീറ്റ് ആയത്. എനിക്ക് ആ മൂഡ് ഇതുവരെ മാറിയിട്ടില്ല. അതിന് ഇപ്പൊ എന്തിനാ ഇതും പറഞ്ഞു വന്നേ? സ്വയം കൺട്രോൾ ചെയ്യാൻ പഠിക്കേ. അത് ശരി. നീ ഇതുവരെ ബ്രഷ് ചെയ്തില്ല അല്ലേ? നീ ഒന്നുകൂടി കുളിക്കേണ്ടി വരും എന്റെ കൂടെ. നോ 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 നോ, ഞാൻ അല്ലെങ്കിൽ തന്നെ വളരെ ലേറ്റ് ആയി. ഞാൻ പ്രോമിസ് ചെയ്യാം, നിന്നെ കറക്റ്റ് സമയത്ത് ഞാൻ ഓഫീസിൽ കൊണ്ടാക്കാം. ഇല്ല 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 ഇല്ല. ഓ നോ. ഓ മൈ ഗോഡ് ബേബി, ഞാൻ പറഞ്ഞതല്ലേ എന്ത്? എന്നെ ഇനി വഴക്കുറേ നിൽക്കരുത്. ഇറ്റ്സ് 9:30. അയ്യോ, ഞാൻ ഇന്ന് ലേറ്റ് ആയല്ലോ. നീ കാരണോ ഇന്ന്? അല്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ വൈകിട്ട് പിക്ക് ചെയ്യാൻ വരാം. ബൈ. നമുക്ക് സിനിമയ്ക്ക് പോണം. ബൈ ബേബി, സൂക്ഷിച്ചു പോണേ. അയ്യോ, വെയിറ്റ്, ഒരു മിനിറ്റ്. നിക്കൂ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. മാം ഓക്കെ അല്ലേ? വരൂ. ശരി. എക്സ്ക്യൂസ് മീ, എങ്ങോട്ടേക്കാ? വീട്ടിലേക്ക്. എന്റെ വീട് ദേ ഈ വഴിയാ. ഐ എം സോ സോറി. ഇറ്റ്സ് ഓക്കെ. എന്തായാലും നൈബേഴ്സ് ആകുമ്പോൾ പരസ്പരം ഹെൽപ്പ് ചെയ്യണമല്ലോ. മാത്രമല്ല, നൈബർ കുറച്ച് സുന്ദരിയും കൂടിയാണെങ്കിൽ നമ്മൾ അതിന്റെ ഉത്തരവാദിത്തം കാണിക്കണമല്ലോ. അതല്ലേ അതിന്റെ ശരി. ജോക്സ് അപ്പാർട്ട്, എന്റെ പേര് ഗൗരവ്, സ്റ്റോക്ക് ബ്രോക്കറാണ്. ഇതാണ് എന്റെ വീട്. ഗൗരവ്, നൈസ് നെയിം. എന്തായാലും ഇന്നെന്റെ ദിവസം കൊള്ളാൻ തോന്നുന്നു. നിങ്ങൾ കണ്ടുമുട്ടിയില്ലേ? ഇല്ലെങ്കിൽ എന്റെ ഈ ബാഗ് എന്തായാലും പൊട്ടിപ്പോയേനെ. ഇറ്റ്സ് കംപ്ലീറ്റ്ലി മൈ പ്ലഷർ. വരൂ. താങ്ക് യു. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് അകത്ത് കയറിയിട്ട് പോവാം. ഇറ്റ്സ് ഓക്കെ. മാഡത്തിന് ഓക്കെ ആണെങ്കിൽ അൺപാക്ക് ചെയ്ത് അറേഞ്ച് ചെയ്തിടാം. മാഡത്തിന് ഹെൽപ്പ് ആവുമല്ലോ. അതൊന്നും വേണ്ട, ഇതൊന്ന് അകത്ത് വെച്ച് തന്നാൽ മാത്രം മതി. ശരി, ആയിക്കോട്ടെ. എന്തേലും വേണമെന്നുണ്ടോ? ഇല്ല, ഞാൻ പോകാൻ ഇറങ്ങായിരുന്നു. യു ടേക്ക് റെസ്റ്റ്. മാം റെസ്റ്റ് എടുക്കൂ. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു ഫോർമാലിറ്റി നോക്കണ്ട, എന്നോട് തുറന്നു പറയാം. ഐ വിൽ വെയിറ്റ് ഫോർ യുവർ കോൾ. ഓക്കെ? നിങ്ങളുടെ ഒരു വിളിക്കായി ഞാൻ കാത്തിരിക്കും. ഓക്കെ, എന്താവശ്യം ഉണ്ടെങ്കിലും ശരി, ഞാൻ നിങ്ങളെ തന്നെ വിളിക്കൂ. ഓക്കെ? ഇറ്റ്സ് ഓക്കെ. ബൈ. ബൈ.
ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ ആദ്യമായിട്ടാണ് ഞാൻ നല്ലൊരു മനുഷ്യനെ കാണുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു ജെന്റിൽമാനാ. അതുകൊണ്ടാണല്ലോ എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഹെൽപ്പും ചെയ്തു. ഇനിയിപ്പോ ജഡ്ജ് ചെയ്തെന്ന് വരുമോ? എനിക്ക് സഹായത്തിൻ്റെ ആവശ്യമുണ്ട്. അയാൾക്ക് അത് പൂർത്തിയാക്കി തരാൻ കഴിയുമോ? ബേബി, ഓഫീസിൽ പോയിട്ട് വരുമ്പോഴേക്കും നിനക്ക് നല്ല ക്ഷീണമുണ്ടല്ലേ? നിന്റെ ഓഫീസിലുള്ളവർ ശരിക്കും ദുഷ്ടന്മാരാ. ഒരു ദിവസം പോലും നിനക്ക് ലീവ് തരില്ല. അതുകൊണ്ട് എന്റെ ബേബിക്ക് വേണ്ടി ഇന്ന് ഫ്രീ മസാജ്. എനിക്കറിയാം, ഓഫീസിൽ ഒരു ദിവസം ലീവ് കിട്ടിയ ഇവിടെ എനിക്ക് സമാധാനം തരാതിരിക്കാനല്ലേ? അത് വേണ്ട. നിനക്ക് തീരെ ഇഷ്ടമല്ലേ? സത്യം പറയേ. ആ, ഇഷ്ടമൊക്കെയാണ്. ഇന്ന് എനിക്ക് തീരെ വയ്യ, നല്ല ക്ഷീണമുണ്ട്. രാവിലെ എനിക്ക് നേരത്തെ എഴുന്നേക്കണം. ഓക്കെ മോളെ, ഇന്ന് നീ നന്നായിട്ട് വിശ്രമിച്ചോ. ഓക്കെ? ഉറപ്പല്ലേ? പക്ക പ്രോമിസ്. ശരി. ദേ ഇവിടെ ഇവിടെ. ആരാ ഈ സമയത്ത് ബെല്ലടിക്കുന്നത്? വാ നോക്കാം. ഓ സോറി, ഈ രാത്രി വന്ന് നിങ്ങളെ ശല്യപ്പെടുത്തിയതിന്. അല്ല, നിങ്ങളാരാ? ആക്ച്വലി ഞാൻ നൈബറാ. കുറച്ച് ദിവസമായിട്ട് ഞാൻ എവിടെയാ താമസിക്കുന്നേ. എന്താന്ന് വെച്ചാ രാവിലെ മുതൽ കറണ്ട് ഇല്ല. ഞാൻ ഇലക്ട്രീഷ്യനെ വിളിച്ചു നോക്കി, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അല്ല, ഇലക്ട്രീഷ്യൻ നാളെ വരില്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്തായാലും ഒന്ന് സർക്യൂട്ട് നോക്കട്ടെ. അപ്പൊ പ്രശ്നം എന്താന്ന് അറിയാലോ. പ്ലീസ്, താങ്ക് യു സോ മച്ച്. ഒന്ന് വന്ന് നോക്കിയ വലിയ ഉപകാരമായിരുന്നു. നോ ഇഷ്യൂ, ഞാൻ എന്തായാലും വരാം. എന്താ ഈ ലേറ്റ് നൈറ്റില് ദൈവം ആവാനാണോ പ്ലാൻ? ശ്രുതി ബേബി ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ്, രാത്രിയാണ്. ഇപ്പൊ നീയാണ് ആ അവസ്ഥയിലായിരുന്നെങ്കിലോ നിന്നെ ഞാൻ സഹായിക്കാതിരിക്കുമോ? അതിനെന്താ കുഴപ്പം? ആ ശരി, പൊക്കോ. പെട്ടെന്ന് വരണം, ഓക്കെ? എനിക്ക് രാവിലെ നേരത്തെ പോകാനുള്ളതാ. പിന്നെ പെട്ടെന്ന് വരണം, കേട്ടല്ലോ? ശരി, നീ ചെന്ന് കിടക്കാൻ നോക്ക്. രാവിലെ നേരത്തെ പോകാനുള്ളതല്ലേ? എന്നാ പിന്നെ ഞാൻ പോയിട്ട് എന്താ പ്രശ്നം നോക്കിയിട്ട് വരാം. പാവം ഒറ്റയ്ക്കല്ലേ. ശരി, ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വരൂ, നോക്ക്. ഞാൻ ഈവനിങ് തൊട്ട് നോക്കുക, ഒന്നും നടക്കുന്നില്ല. ഇതിങ്ങനെ തന്നെ ആയിരുന്നോ? അതെ. എന്തിനാ ടെൻഷൻ ആവുന്നത്? ഞാനുണ്ടല്ലോ, ഞാൻ ശരിയാക്കി തരാം, എന്ത് പ്രശ്നമാണെങ്കിലും. എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറോ ടൂളോ ഉണ്ടോ? ഇവിടെയുണ്ട്. ഇത് ഓക്കെ അല്ലേ? ഇത് മതി. ഓപ്പൺ ചെയ്യാൻ പറ്റില്ലേ? ഒന്ന് വേഗം ചെയ്യാൻ പറ്റുമോ? നന്നായിട്ട് ചൂടെടുക്കുന്നു. ഒന്ന് വെയിറ്റ് ചെയ്യേ. ഓക്കെ ആവുമല്ലോ അല്ലേ? അതൊക്കെ നമുക്ക് നോക്കാം. ആദ്യം എന്താ പറ്റിയെന്ന് നോക്കട്ടെ. എന്താ മാഡം, ലൈറ്റൊക്കെ വന്നല്ലോ. ഇപ്പൊ മാഡത്തിന് സമാധാനമായോ? അല്ലെങ്കിൽ തന്നെ ലേറ്റായി. ഇതെവിടെ പോയി? ഏയ് എണീക്കേ,
എഴുന്നേക്ക്. ഏയ്, ഇതെന്താ ഇവിടെ കിടന്നുറങ്ങുന്നേ? എഴുന്നേക്കാൻ. ഓ, ഇന്നലെ ലേറ്റ് ആയിട്ടാണോ വന്നേ? ലേറ്റ് ആയിട്ട് വന്നാലും എന്തിനാ ഇവിടെ കിടന്നുറങ്ങുന്നേ? ആ വീട്ടിലെ ഫ്യൂസ് ശരിയാക്കുമ്പോഴേക്കും 1 മണിയായി. ഞാൻ വെറുതെ കയറി വന്ന് നിന്നെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി. മാത്രമല്ല, നിനക്കിന്ന് ഓഫീസിലേക്ക് നേരത്തെ പോകണമെന്ന് പറഞ്ഞല്ലേ? ആ, ഞാൻ ദേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കണം കേട്ടോ. ഞാൻ ഒരുപാട് ലേറ്റ് ആയി, പോയിട്ട് വരാം. നോക്കി പോണേ. അപ്പൊ ബൈ. ബൈ. കോഫി. താങ്ക് യു. എന്തു പറ്റി? എന്താ ഇത്? ബ്ലാക്ക് കോഫിയാ? നീ എത്ര സുന്ദരിയാ, എത്ര സ്വീറ്റാ. എന്നിട്ട് ബ്ലാക്ക് കോഫിയാണോ കുടിക്കുന്നത്? ഞാൻ എത്ര സുന്ദരിയും സ്വീറ്റ് ആയത് എന്താണെന്നറിയോ? എന്നും ബ്ലാക്ക് കോഫി കുടിച്ചോണ്ടാ. അത് ശരി. അപ്പൊ പിന്നെ ഈ ബ്ലാക്ക് കോഫി എന്തായാലും നിന്റെ ഒപ്പം കുടിക്കുന്നതാ നല്ലത്. തീർച്ചയായിട്ടും. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒറ്റയ്ക്കാണോ താമസം? അതെ, 3 വർഷമായിട്ട്. ഡൈവോഴ്സാ? അല്ല, വിഡോയാ. അതുകൊണ്ടാ കഴിഞ്ഞ 3 വർഷമായിട്ട്. ഐ എം സോറി. എന്താ, എന്നെ കണ്ട വിഷമം തോന്നോ? ഇല്ലില്ല, ഐ മീൻ സാഡൊന്നും അല്ല. ലോൺലി ആണെന്ന് എനിക്ക് തോന്നി, അത്രേ ഉള്ളൂ. ആയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇത്രയും മധുരം മതിയോ? To be honest, എനിക്ക് കുറച്ചുകൂടി മധുരം വേണം. ശരി, ഒരു കാര്യം ചോദിക്കട്ടെ, ബർത്ത്ഡേ എന്നാ വരുന്നേ? ബർത്ത്ഡേ ഒരു 2 മാസം കൂടി കഴിഞ്ഞിട്ടായിരിക്കും. എന്തേ? 1 മിനിറ്റ്. എന്താ ഇത്? കൈ കാണിച്ചേ. ഗിഫ്റ്റ്? പക്ഷേ ബർത്ത്ഡേ 2 മാസം കഴിഞ്ഞിട്ടല്ലേ? ഇന്ന് മുതൽ ഓരോ നിമിഷവും നീ എന്നെ ഓർമ്മിക്കണം. എങ്ങനെയുണ്ട്? ഒരുപാട് ഇഷ്ടപ്പെട്ടു, നിന്നെ പോലെ തന്നെ. ആഹാ ബേബി, ഇന്ന് നേരത്തെ എത്തിയല്ലോ. എവിടെയായിരുന്നു? ഞാൻ നേരത്തെ വന്നു നിന്നിട്ടും സാർ അവിടെ പോയി, കണ്ടില്ലല്ലോ. ഞാൻ ഷോക്കായി പോയി. ഒന്ന് ഫോൺ ചെയ്താ പോരായിരുന്നോ? ഞാൻ വന്നേനെ. ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് പുറത്തു പോയതാ. ശ്യാമിനെ അറിയില്ലേ? വാവ്, ഷോപ്പിംഗ്? എന്നെ കൂട്ടാതെ പോയോ? ഷോപ്പിംഗ് അല്ല, ഗിഫ്റ്റ്. ശ്യാമ് തന്നതാ, ബർത്ത്ഡേ ഗിഫ്റ്റാ. പക്ഷെ അത് 2 മാസം കഴിഞ്ഞല്ലേ? അവൻ അഡ്വാൻസ് ആയിട്ട് വാങ്ങി തന്നതാ.
വേണ്ടെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്കൊക്കെ എത്ര നല്ല ഫ്രണ്ട്സിനെ ദൈവം തരുന്നേ നോക്ക്. എനിക്കില്ലല്ലോ. ആ ശരിയാ, ലക്കി ആയിട്ടുള്ളവർക്ക് ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനെ കിട്ടും. ഭയങ്കര ലക്കിയാ. ഇത്ര നല്ല ഭാര്യ, സ്നേഹമുള്ള ഫ്രണ്ട്സ്. എനിക്ക് മാത്രം ഒരു ലക്കുമില്ല. എന്തുപറ്റി? എന്താ കാര്യം? ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. 2-3 മാസം കൂടി സമയമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. 2-3 മാസം എന്ന് പറയുമ്പോ ഇക്കാര്യം നമ്മൾ നേരത്തെ സംസാരിച്ച് തീരുമാനിച്ചതല്ലേ? കുട്ടികള് നമുക്ക് എന്തായാലും ഇപ്പൊ വേണ്ട. അതിനിപ്പോ ശരിയായ സമയമല്ല ഇത്. പിന്നെ എപ്പോഴാ സമയാവുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായെന്നറിയോ? എനിക്കൊരു കുട്ടി വേണം. ഇനി എനിക്ക് പറ്റില്ല. സുധി, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഒരു അച്ഛനെന്ന ഉത്തരവാദിത്വം എടുക്കാൻ എനിക്കിപ്പോ കഴിയില്ല. ഉത്തരവാദിത്തം ഞാൻ എടുത്തോളാം. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇനി എപ്പോഴാ? ശ്രുതി, എനിക്ക് നിന്നെ മനസ്സിലാവും. പക്ഷെ നീ എന്താ എന്നെ മനസ്സിലാക്കാത്തെ? ഞാനിപ്പോ ഈ ചെയ്യുന്നതെല്ലാം എന്റെയും നിന്റെയും നല്ലതിനു വേണ്ടിയാ. നീ അത് മനസ്സിലാക്ക. ശ്രുതി, കരയാണോ? എന്താ ഇതൊക്കെ? ഐ എം സോറി. ഐ പ്രോമിസ്. ഞാനൊരു ഇൻസെക്യൂരിറ്റീസ് എടുത്തിട്ട് നിന്റെ സന്തോഷം കൂടി ഇല്ലാതാക്കാൻ നോക്കുക. നിന്റെ സന്തോഷം എനിക്ക് വലുത്. നമുക്ക് കുട്ടികൾ വേണം. നമുക്ക് പാരന്റ്സ് ആവാം. പ്രോമിസ്. സത്യാണോ? സത്യം. ഹാപ്പി? നിന്റെ കണ്ണ് ഇപ്പോഴും നിറഞ്ഞിരിക്കുക. ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാലേ എപ്പോഴും കരയുന്ന കുഞ്ഞായിരിക്കും നമുക്കുണ്ടാവുക. സന്തോഷം വന്നാലും സങ്കടം വന്നാലും കരയും. ഹാപ്പി ആയിട്ടിരിക്കെ എന്റെ പൊന്നു മോളല്ലേ. ഒരു കാര്യം ചോദിക്കട്ടെ? നീ എന്താ മറ്റൊരു കല്യാണം കഴിക്കാത്തെ? ഞാനത് ചെയ്യില്ല. കാരണം എല്ലാവരും എന്നെ ഒരു വസ്തുവായിട്ടാണ് കണ്ടത്. ഒരു ഒബ്ജക്റ്റായി ജീവിക്കാൻ എനിക്ക് കഴിയില്ല. എന്നെ അങ്ങനെ ആരും ഉപയോഗിക്കാൻ പാടില്ല. സെക്കൻഡ് ഹാൻഡ് അല്ല ഞാൻ. അതുകൊണ്ട് മാത്രമാണ് വിവാഹം, ആണുങ്ങൾ, റിലേഷൻഷിപ്പ് ഇതൊന്നും എനിക്ക് വർക്കാവില്ല. എന്നിട്ടും എന്റെ കൂടെ എന്തിനാ? നീ വ്യത്യസ്തനാ. നീ എന്നെ റെസ്പെക്റ്റ് ചെയ്തു, എന്നെ മനസ്സിലാക്കി. നീ എന്നെ ഉപയോഗിക്കുകയാണെന്ന് തോന്നിയില്ല. യുനോ, ഞാൻ എപ്പോഴും ചിന്തിക്കുകയായിരുന്നു, ഇങ്ങനെ ഒരു മനുഷ്യൻ എനിക്ക് കിട്ടിയ ഞാൻ അയാൾക്കൊപ്പം നിൽക്കുമെന്ന്. ആ ആൾ നീയാ. വിൽ യു മാരി മീ? നമുക്ക് രണ്ടുപേർക്കും ഈ ചെറിയ ജീവിതത്തിൽ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാം. ഞാൻ വെറുതെ തമാശ പറഞ്ഞല്ലേ. നിനക്കൊരു ഫാമിലി ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അസൂയ തോന്നാറുണ്ട്. എനിക്കായിട്ട് അങ്ങനെയൊന്നും ഇല്ലല്ലോ. നിക്ക്, ഞാനിപ്പോ വിളിക്കാം. അല്ല, എന്തിനാ ഇങ്ങോട്ട് വന്നേ? അതെന്താ? എന്നെ കാണാൻ നീ അങ്ങോട്ട് വരില്ലേ? അപ്പൊ നിന്നെ കാണാൻ എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? ആ, ഇരുന്നട്ടെ.
പ്ലീസ് വെയിറ്റ്. വാ, VIP ട്രീറ്റ്മെന്റ് ആണല്ലോ. ഭാര്യയോട് ഇങ്ങനെയൊക്കെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നേ. അതെ, അല്ല ഐ മീൻ ഇടയ്ക്കിടയ്ക്ക്. ഹാവ് ഇറ്റ്. ഗൗരവ്, ഞാൻ ഈ ജ്യൂസ് കുടിക്കാനല്ല വന്നത്. പിന്നെന്തിനാ വന്നത്? ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ആ, അത് പിന്നെ ഗൗരവ്, ഐ പോസിറ്റീവ്. ആ, നീ എപ്പോഴും പോസിറ്റീവായിട്ടാണല്ലോ ജീവിക്കുന്നത്. അതിനിപ്പോ എന്താ? സ്റ്റുപ്പിഡ്. ആ പോസിറ്റീവ് അല്ല. ഐ ആം പ്രഗ്നന്റ്. ഞാനൊരു അമ്മയാവാൻ പോകുന്നു. നീ ഒരു അച്ഛനും. നീ എന്തായി പറയുന്നത്? അതെങ്ങനെ സംഭവിക്കും? അല്ല, അതെന്താ നടക്കാത്തെ? പ്രാങ്ക് ചെയ്തതല്ലേ? എന്നെ പേടിപ്പിക്കാനായിട്ട് വെറുതെ പറഞ്ഞതല്ലേ? എനിക്ക് മനസ്സിലായി. ഗൗരവ്, നീയാണ് ഇപ്പൊ തമാശ പറയുന്നേ? ഹാ, ഞാൻ കരുതി നീ ഇതറിയുമ്പോ സന്തോഷിക്കുമെന്ന്. മാത്രമല്ല, നീ എന്നെ ഒരുപാട് സ്നേഹിക്കുമെന്ന്. ഇത് എന്താ ഇത്? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ കുട്ടികളുടെ അച്ഛനാവാൻ എനിക്ക് കഴിയില്ല. ഗൗരവ്, ഇത് എങ്ങോട്ടേ പോകുന്നേ? ഗൗരവ്, ഏയ്, ഇത് കഴിച്ചാ ഇപ്പൊ എല്ലാ പ്രോബ്ലം സോൾവ് ആവും. കഴിക്കേ. ഗൗരവ്, കഴിക്കാനാ പറഞ്ഞ. കഴിക്കേ. നീ എന്തൊക്കെയാ കാണിക്കുന്നേ? എന്നാ ശരി, നിനക്ക് അച്ഛനാവണ്ടെങ്കിൽ ആവണ്ട. പക്ഷെ നിനക്ക് തീരെ അവകാശമില്ല അമ്മയാകാനുള്ള എന്റെ അവകാശത്തെ തടയാനായിട്ട്. എന്താ നിനക്ക്? എന്ത് ഭ്രാന്തായി പറയുന്നേ? ആലോചിച്ചോ നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നെന്ന്? വിവരക്കേട് പറയുന്ന ആദ്യം നിർത്ത്. സമ്മതിച്ചു, എനിക്ക് നിന്നോട് സ്നേഹം തോന്നി, നമ്മൾ സെക്സും ചെയ്തു. എന്ന് വെച്ച് എനിക്ക് നിന്റെ കുട്ടികളുടെ അച്ഛനാവാനൊന്നും കഴിയില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. നീ പെർഫെക്റ്റ് അല്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ നീ ഇത്രയും വലിയ ചീപ്പാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. താങ്ക് ഗോഡ്, നമുക്ക് രണ്ടുപേർക്കും എന്തായാലും കുട്ടികളുണ്ടായില്ലല്ലോ. ഐ ആം ഡൺ വിത്ത് യു. ഡിവോഴ്സ് നോട്ടീസ് ഞാൻ അയച്ചേക്കാം. സൈൻ ചെയ്തേക്കണം. ശ്രുതി, ഞാൻ പറയുന്നൊന്ന് കേൾക്കും. പറയുന്നൊന്ന് കേൾക്കും. എന്താ ഇനി എന്തൊക്കെയാ ഞാൻ കേൾക്കേണ്ടത്? ഇനിയൊന്നും കേൾക്കാൻ എനിക്ക് ശക്തിയില്ല. ലെറ്റ് മീ ഗോ. ഗൗരവ്, ഞാൻ നോക്കുമായിരുന്നു. അതായത്, ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാ നീ എങ്ങനെ നേരിടുന്നെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ചിന്തകളെല്ലാം തെറ്റായിരുന്നു എന്ന്. ഇപ്പൊ എനിക്കെല്ലാം ക്ലിയർ ആയി. സോ നൗ ഗുഡ് ബൈ. ഗുഡ് ബൈ ഗൗരവ്.